Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഉണ്ടംപൊരി, ബോണ്ട എന്നൊക്കെ ഞങ്ങളിവിടെ പറയും കേട്ടോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സഡ് ജാറിലേക്ക് 2 പാളയംകുടം പഴം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കാണാം. അപ്പോൾ ആ പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടെ, സാധാ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച പഴത്തിന്റെ മിക്സില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴത്തിന്റെ മിക്സ് ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയുള്ള മാവായിട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കട്ടെ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് തിളപ്പിച്ച് ആറിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒരുമിച്ച് ഒഴിക്കല്ല, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിക്കാം. മൊത്തം ഞാൻ 4 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടുന്നത്. ഇനി ഇത് 2 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടംപൊരി തയ്യാറാക്കാൻ ഞാൻ ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഉണ്ടംപൊരി തയ്യാറാക്കുന്നത്. കൈ നനച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എണ്ണ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. മീഡിയം ഫ്ലെയിമിൽ ചൂടായിട്ടുണ്ടോന്ന് അറിയാൻ ഞാൻ കുറച്ച് ബാറ്റർ ആദ്യം ഒഴിച്ചു നോക്കിയിരുന്നു. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉണ്ടംപൊരിയുടെ പുറംഭാഗം മാത്രം മുരിഞ്ഞു കിട്ടും, ഉള്ളു വെന്തിട്ടുണ്ടാകില്ല കേട്ടോ. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ തവി വെച്ചിട്ടും എണ്ണയിലേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടംപൊരി തയ്യാറാക്കുമ്പോൾ ബാറ്റർ നല്ല ഷേപ്പിൽ എണ്ണയിലേക്ക് ഇടണമെന്നൊന്നുമില്ല. എങ്ങനെ ഇട്ടാലും അത് ആ ഉണ്ടംപൊരിയുടെ ഷേപ്പിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇട്ടതിൽ 2 എണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കി ബാറ്റർ ഞാൻ ഇതുപോലെ പീസാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. അപ്പോൾ അതിലുള്ള എണ്ണയെല്ലാം പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. നമ്മൾ 2 പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് എണ്ണ അധികം കുടിക്കില്ല. ഒത്തിരി പഴം ചേർക്കുമ്പോഴാണ് എണ്ണ അധികം കുടിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത സെറ്റും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് എണ്ണ കയ്യിലേക്ക് തെറിക്കൊന്നുമില്ല. അങ്ങനെ പേടിയുള്ളവർ തവി വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ 4 മണി പലഹാരമായ ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട്. ഈ മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ഉണ്ടംപൊരിയും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടംപൊരി പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. കടകളിൽ കൂടുതലും മൈദമാവ് മാത്രം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട്. എന്നാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.